സംഭവം ഇതാണ് നമ്മളെ ഓണർ, പുള്ളിയുടെ പേര് അഖിൽ. നിങ്ങൾ ഇനി ഇതുപോലെ കുറേ കടകൾ തുടങ്ങണം ട്രിവാൻഡ്രം സിറ്റി മൊത്തം. അപ്പോൾ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. എന്തൊക്കെയാണ് ഐറ്റം? വൈറ്റ് സോസ് പാസ്ത, പിന്നെ മോമോസ് ഉണ്ട്. നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. കാണണ്ടേ, ഇതൊക്കെ രസമല്ലേ. അപ്പോൾ ബട്ടർ കുറച്ച് മുളകിട്ട് ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോസിൻ്റെ മണം ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ വരും മുമ്പ് ഒരു വിശപ്പില്ലായിരുന്നു, വിശം തുടങ്ങി. ഇനി എൻ്റെ കൺട്രോൾ ആയി നിൽക്കില്ല, ഞാൻ അടുത്ത് കഴിക്കുന്നു നോക്കിയപ്പോൾ. ഓക്കെ, അങ്ങനെ പാക്കിങ്ങിൽ കഴിച്ചിട്ടുണ്ട്. ഇനി മടക്കി ഒന്ന് സ്റ്റാപ്പിൾ അടിച്ചാൽ മാത്രം മതി. അതിന് അടുത്തതായി. ഓക്കെ, പിക്കഡ് ഓർഡർ. അപ്പോൾ പറ, ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച പറ. ലൈഫ് അടിച്ച് പൊളിക്കണം. ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ നൂഡിൽസ്, റോസ്റ്റഡ് ചിക്കൻ, സ്റ്റീംഡ് മോമോസ്, 4 ഡ്രിങ്ക്സ് ഉണ്ട്. എല്ലാം ഫുള്ളാണ്. നല്ല എരിവുണ്ട്, പയ്യെ കഴിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായ അഖിൽ ആൻഡ് അരവിന്ദ് രണ്ടുപേരും ചേർന്ന് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വാക്ക് ടൗൺ റെസ്റ്റോറൻറ്റ്. സ്ഥലം നേരെ പ്രാവശ്യമ്പോഴത്താണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു ചെറിയൊരു വ്ളോഗ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ടേക്ക് അവേ ക്ലൗഡ് കിച്ചൺ മാത്രമേ ഉള്ളൂ, ഇരുന്ന് കഴിക്കാൻ സൗകര്യം കാണൂല. പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇവിടെ നിന്ന് ഫാമിലി ആയിട്ട് ഒന്നിച്ച് കഴിക്കാം. ഓക്കെ, പോകണ്ടേ? പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇവരെ ഫുഡും കാര്യങ്ങളും ഞാൻ നേരത്തെ കഴിച്ച് നോക്കിയായിരുന്നു. സംഭവം പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പോകില്ല. ചുമ്മാ ഒരു പ്രൊമോഷന്റെ പേരിൽ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിച്ചാൽ പോകുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. ഓക്കെ, പോന്നാ. അപ്പോൾ ഡയലോഗ് പറഞ്ഞില്ലേ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പം LAPG വേണോ, ലൈഫ് അടിച്ച് പൊളിക്കുന്ന കൈസ് വേണോ, എന്ത് പറയാം? അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്കി നിൽക്കണം. LAPG ബാ. ഓക്കെ, പോകുന്ന സമയം അയ്യോ നേരത്തെ പോയിരുന്നാണ്. ഓരോ ജോലികൾ വന്നുകൊണ്ട് താമസിച്ചു പോയി. എല്ലായിടത്തില്ല പേഴ്സ് ഫോൺ മറന്നു, വേണ്ട ജോലിക്കല്ല പോണത്. സോ അപ്പോൾ ഓക്കെ, ബാബാ, സീ യു, ടാറ്റ. പോയിട്ട് ഓടി വരാമേ. സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഫുൾ ബിസി ആയിരുന്നു. രാവിലെ അപ്പയ്ക്ക് വേണ്ടി ESC ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പോയിട്ട് വന്ന ഉടനെ തന്നെ വാണിക്ക് എക്സാം എന്ന് പറഞ്ഞു, ഒരു ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി. ആ എക്സാമിന് പോയിട്ട് വന്ന ഉടനെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. വീഡിയോസൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ ബാക്കി വന്നതിന് ശേഷം തമ്മിലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് പബ്ലിക് കൊടുത്ത് യൂട്യൂബിനകത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോഴാണ് ചായ കുടിച്ചൊന്ന് ഫ്രീ ആയത്. 6 മണിക്ക് പോകേണ്ടത് ഇപ്പോൾ 7 മണിയായി. 1 മണിക്കൂർ ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ പോയി വേറെ വിഷയമില്ലാതെ സൂപ്പറായിട്ട് വ്ളോഗ് ചെയ്യാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അയ്യോ പെട്രോൾ കുറവാണല്ലോ, വണ്ടി പോകും അതുവരെ. അതൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല, പോകണം കഴിക്കാം. പക്ഷേ എൻ്റെ അമ്മോ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിരുന്നു ഒരു 5 മിനിറ്റത്തേക്ക്. കുഴപ്പമില്ല, പെട്ടെന്ന് പോയി ട്രെയിന്. നമ്മൾ അതുവരെ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ സിറ്റുവേഷനുള്ള റീൽസ് ഒക്കെ കാണേണ്ടത്, അല്ലാതെ ഫുൾ ടൈം റീൽസ് കാണുന്നത് കുഴപ്പമില്ല. നിങ്ങളെ സൗകര്യം നോക്കി അത്ര തന്നെ. നമ്മളൊന്നും പറയാൻ പോലുള്ള എന്തെങ്കിലും പറഞ്ഞ ലാസ്റ്റ് നമ്മളെ പിടിക്കും. ഓക്കെ, നമ്മൾ തന്നെ ഹൈവേ കയറിയിട്ടുണ്ട്. അപ്പം പൂജപ്പുരയിൽ നിന്ന് പ്രാവശ്യമ്പിൽ പോകണം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6.6 ആണ് കാണിക്കുന്നത് മാപ്പിൽ. എനിക്ക് തോന്നുന്നു ഈ വഴി വന്നപ്പോൾ 6.6 ആയിരിക്കും. നമ്മൾ മെയിൻ റോഡ് കയറി വരണമെന്നുണ്ടെങ്കിൽ ഒരു 7 കിലോമീറ്റർ നമ്മൾ കാണിക്കുമായിരിക്കും. ഓക്കെ, ഏതിർ നീച്ചലടി വെன்று ഏറ്റ് കോടി ആട പെട്രോൾ അടിച്ചിട്ട് പോലാം വന്നപടി. 110 അടച്ചുണ്ടേ. ആസൈ ആസൈ എപ്പോഴത് പേരാസൈ എപ്പോഴത്. അന്ന് എവിടെ നിന്ന് കയറി വരണം. നല്ലൊരു പാട്ട് പാടി ഇങ്ങനെ ശ്രുതിയിൽ വരുമ്പോഴാണ് ഇടയിൽ കയറി ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണം അല്ലേ. ആസൈക്കുള്ളും കാതൽ എപ്പോഴത്. നമ്മളങ്ങനെ പ്രാവശ്യപ്പോൾ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കണം. ഇപ്പോൾ യൂട്ടേൺ എടുക്കാൻ പറ്റൂല, സിഗ്നൽ ഇല്ല. പിന്നെ ചില ആൾക്കാർ കയറി പോകും, വേണമെങ്കിൽ നമുക്ക് കയറി പോയാൽ. പിന്നെ വ്ളോഗ് ചെയ്യാനുണ്ട്, റൂൾസ് ഫോളോ ചെയ്യണം അല്ലേ. ഞാൻ ക്യാമറ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് റൂൾസ് ഫോളോ ചെയ്യും. ചില സമയത്ത് രാത്രി 10 മണി ശേഷമാണ് ഞാൻ പിന്നെ വണ്ടിയൊന്നും അധികം കാണൂല. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കയറി പോകും. എന്തോന്ന് ഇല്ലേ, സിഗ്നൽ ഇല്ലേ. ഇപ്പോൾ വീണ് യൂട്ടേൺ. ദിസ് ഈസ് മൈ ടേൺ അല്ലേ. ഓക്കെ, യൂട്ടേൺ എടുത്ത് കുറച്ച് പേര് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു എന്തോ ഒരു ദേവി ബിൽഡിങ്ങിനാണ് പറഞ്ഞിരിക്കുന്നത് മാപ്പിൽ. എന്തായിരിക്കും വാക്ക് ടൗൺ. ലൈറ്റ് ഇടാത്ത ദിശ, നിങ്ങൾ എന്ത് കാണിക്കണം. ലൈറ്റ് കിട്ടുപോയി. സംഭവം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ കറണ്ട് പോയിരിക്കാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും മിക്കവാറും. അതാ ഹായ് കറണ്ട് ഇല്ല അല്ലേ. ഓക്കെ, അയ്യോ നല്ല സമയത്ത് കറണ്ട് ഇല്ലായപ്പോലോ. അപ്പോൾ സംഭവം കറണ്ട് വന്നിട്ടുണ്ട്, വേറെ വിഷയമില്ല. കണ്ടാ, നമുക്ക് കുറച്ച് തടസ്സം വന്നാലും പിന്നെ ശരിയാക്കി ഓട്ടോമാറ്റിക്കായിട്ട്. തടസ്സങ്ങളില്ലാത്ത എന്തോ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കൂടുള്ളൂ. അങ്ങനെ നമ്മൾ കൂടുതൽ ചാടി മുന്നോട്ട് പോകുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വാക്ക് ടൗൺ. അയ്യോ, ഇതിന് ബാക്കിൽ എടുക്കണമല്ലോ, നല്ല വൈഡ് ആംഗിളായിട്ട്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കാണിക്കാം. ദ വാക്ക് ടൗൺ റെസ്റ്റോറൻറ്റ്, പ്രാവശ്യമ്പലം ജംഗ്ഷൻ. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു വലിയ മെനു കാർഡ് നല്ല വലിയ സൈസിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാക്ക് ടൗൺ ടേക്ക് അവേ, ബോബ ടീ, സ്റ്റാർട്ടർ, മൊജിറ്റോസ്, പിന്നെ നൂഡിൽസ് ആൻഡ് ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ബർഗർ ആൻഡ് സാൻഡ്വിച്ച്, പിന്നെ വന്നിട്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ടീ ഉണ്ട്, സ്മൂത്തീസ് ഉണ്ട്, മോമോസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാസ്ത, ഷേക്സ് ആൻഡ് ഷാർജാസ്, ഇത്രയും ഐറ്റംസ് ഉണ്ട്. കണ്ടല്ലോ റേറ്റും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ അകത്ത് പോകുന്ന. കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം. സംഭവം ഇതാണ് നമ്മളെ ഓണർ, പുള്ളിയുടെ പേര് അഖിൽ. കൈവിട് അഖിൽ. നിങ്ങൾ ഇനി ഇതുപോലെ കുറേ കടകൾ തുടങ്ങണം ട്രിവാൻഡ്രം സിറ്റി മൊത്തം. ഒരു വലിയ പണക്കാരായിട്ട് മാറും കേട്ടല്ലോ. നല്ല ഫുഡ് കൊടുക്കണം, നല്ല ടേസ്റ്റി ആൻഡ് ഹൈ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ. ഇതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ പുള്ളി എവിടെ താമസിക്കുന്നത്? പാപ്പനംകോട്. അപ്പോൾ അരവിന്ദ് ലീവാണല്ലോ ഇന്നല്ലേ. അപ്പോൾ ഇന്ന് അഖിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളിയാണ് ഇനി ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ
വർക്ക് ടൗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ സംഭവം ഇവിടെ നിന്ന് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ടേക്ക് അവേയും ക്ലൗഡ് കിച്ചനും മാത്രമായിട്ട്. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു 2-3 മേശ ഇട്ട് കഴിഞ്ഞാലേ ഓക്കെ. അപ്പോൾ ഇവിടെ 2-3 മേശയും കസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അതെന്തായാലും ഫ്യൂച്ചറിൽ സെറ്റാക്കും, വേറെ വിഷയമൊന്നുമില്ല. സംഭവം ഇത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഒരു ചെറിയ കിച്ചനാണ്, പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണ് ഇവിടെ ചെയ്യുന്നത്. തുറക്കാം. ഓക്കെ, ഇങ്ങോട്ടാ പുഷല്ലേ അല്ല പുള്ളാണല്ലേ. ഓക്കെ, ഇതാണ് കിച്ചൺ അവരെ. ഇപ്പോൾ ഇവിടെ ഫുഡൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറയുന്നത് നൂഡിൽസിനെ, എന്ത് നൂഡിൽസാണിത്? ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ്. ആഹാ, എടുത്ത് എറിയണ്ട, ഇത് കാണുമ്പോൾ കൊതിയാണല്ലേ. ബ്രോ, ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ് നിങ്ങളെ കാറ്റഗറി? നമ്മൾ ഫുള്ള് ചൈനീസാണ് കൂടുതലായിട്ടും നോക്കുന്നത്. അതുപോലെ എല്ലാം ലൈവാണ്. അതായത് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് വന്ന് ഇവിടെ വന്ന് കൊടുക്കുന്നതല്ല, എല്ലാം പറഞ്ഞൊരു 10 മിനിറ്റിനകത്ത് ഇവിടെ വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഫുള്ളായിട്ട് കൊടുക്കുന്നത്. റൈസും നൂഡിൽസും മാത്രം ബോയിൽ ചെയ്ത് കൊണ്ടുവരും. ബാക്കിയെല്ലാം ഇവിടെ ഓർഡർ അനുസരിച്ച് ലൈവായിട്ട് ഒരു 10 മിനിറ്റിനകത്ത് ലൈവായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റിയ ഫുഡുകൾ മാത്രമേ ഇപ്പോൾ നമ്മളിലുള്ളൂ. ലൈവായിട്ട് കഴിക്കുന്നുള്ളവർക്ക് ലൈവായിട്ടും കഴിക്കാം, പാഴ്സലായിട്ടുള്ളവർക്ക് പാഴ്സലും. പിന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ്. മെയിനായിട്ടും ചൈനീസാണ്. പിന്നെ ജ്യൂസ്, ഷേക്ക്, ആ ഐറ്റങ്ങൾ, മോമോസ്, ഫ്രൈഡ് ചിക്കൻ, അങ്ങനത്തെ ഐറ്റങ്ങളാണ് ഇപ്പോൾ നമ്മളിലുള്ളത്. ഓൺലൈനിൽ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ആപ്പിൽ കയറി ബുക്ക് ചെയ്യാം. ഈ ചുറ്റുപാട് ഒരു 4 കിലോമീറ്ററിനകത്ത് നമുക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. എന്തൊക്കെയാണ് ഐറ്റം? വൈറ്റ് സോസ് പാസ്ത. വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മോമോസ് ഉണ്ട്. നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. കാണണ്ടേ, ഇതൊക്കെ രസമല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് ഇതുപോലത്തെ ആഹാരം ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. ഇത് കണ്ട് കഴിക്കുമ്പോൾ ഇത് കഴിച്ച ഫീലാണ് എല്ലാവർക്കും ഉണ്ടാവണല്ലേ. വാ കാണാം. അപ്പോൾ ബട്ടർ കുറച്ച് മുളകിട്ട് ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയണമെന്ന് ക്ഷമിക്കണം കേട്ടല്ലോ. ഇത് കുറച്ച് ചില്ലി ഇട്ടിട്ടുണ്ട്. ഇത് ബേബി കോൺ. സംഭവം കുറേ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പൊടി അറിഞ്ഞൂടാ, മിക്കവാറും ഇതായിരിക്കും. കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി, അങ്ങനെ കുറേ ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെയാണ്. അതൊക്കെ ചോദിക്കാൻ പറ്റില്ല, പുള്ളി ജോലി ആയിരിക്കല്ലേ. നമുക്ക് ഇവിടെ നിന്ന് കാണാം എന്താണെന്നുള്ളത്. ഓക്കെ, കണ്ട് ഇങ്ങനെ നമുക്ക് കൊതിക്കാം. എന്ത് ചീസ്? മൊസറല്ല ചീസ്. സംഭവം ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്ത് നമ്മൾ ഓർഡർ അയക്കണം, അത്ര തന്നെ. സ്വിഗ്ഗിയിൽ ആൾക്കാർ ആരെങ്കിലും വരുമായിരിക്കും, നോക്കാം. അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം, ഞാൻ സൊമാറ്റോ വരയ്ക്കുന്ന ആളല്ലേ. അപ്പോൾ സോസിൻ്റെ മണം ഒരു രക്ഷയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരും മുമ്പ് ഒരു വിശപ്പില്ലായിരുന്നു, വിശം തുടങ്ങി. ഇനി എൻ്റെ കൺട്രോൾ ആയി നിൽക്കില്ല. ഞാൻ അടുത്ത് കഴിക്കുന്നു നോക്കിയപ്പോൾ. ഇത് കസ്റ്റമറുള്ള ഓർഡറാണ്. ഇത് പാക്ക് ചെയ്ത് പോട്ട് നമുക്കുള്ളത് എന്തായാലും ലാസ്റ്റ് തരും കേട്ടാ. അത്രേ ഉള്ളൂ, തീർന്ന്. ഇത് കസ്റ്റമറുള്ളതാണ് ഇപ്പം വന്ന ഓർഡർ. അതുകൊണ്ട് സ്വിഗ്ഗിയിലുള്ള വന്നിരിക്കുകയാണ്. അപ്പം ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മടക്കി ഒന്ന് സ്റ്റാപ്പിൾ അടിച്ചാൽ മാത്രം മതി. അതിന് അടുത്തതായി. ഓക്കെ, പിക്ഡ് ഓർഡർ. നമ്മൾ പറഞ്ഞ ഡയലോഗാണ് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ, സൊമാറ്റോ വ്ളോഗ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയല്ലേ? തീർന്നല്ലോ, ഡൺ. സൂപ്പർ കേട്ടാ. നിങ്ങളടുത്ത് എറിയുമ്പോഴാണ് സൂപ്പർ ആക്കണം. ആ ഫുഡ് എടുത്ത് എറിയണേ ചട്ടിയോടാ. എന്തെങ്കിലും പറയാനുണ്ടോ? മലയാളം ഹിന്ദി അല്ലേ എന്ന് പറയാമല്ലോ. അപ്പോൾ ജോലിയൊക്കെ എന്നോട് പറയാം. ജോബ് വെരി ഗുഡ്. വെരി ഗുഡ്. വീടെവിടെ? വീട് അസം. അപ്പോൾ പറ, ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച പറ. ലൈഫ് അടിച്ച് പൊളിക്കണം. ലൈഫ് അടിച്ച് പൊളിക്കണം. എൻജോയ്, ലൈഫ് എൻജോയ്. അപ്പോൾ അടുത്തുണ്ടാക്കാതെ പോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എടുത്ത് എറിയണണ്ട അണ്ണ, വേറെ ലെവല്. നമ്മളൊക്കെ എടുത്ത് എറിഞ്ഞാൽ എല്ലാം വെളിയിൽ പോവും. ഇതാണ് എറി പോട്ട്. ഇനി ഒരു 5 അടി പൊക്കത്തിൽ പൊങ്ങട്ട്. എന്തൊക്കെ മസാല ഇട്ടിക്കണത്? വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, അരോമേറ്റ് പൗഡർ, ജിഞ്ചർ, ഗാർലിക്. അത്രേ ഉള്ളൂ സംഭവം. സെറ്റ്. പൊളി പൊളി. അപ്പം അങ്ങനെ മൊത്തം 2 ഓർഡറാണ് സ്വിഗ്ഗി വഴി വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ ചിക്കൻ നൂഡിൽസാണ്. അത് മുട്ട ഇട്ടിട്ടുണ്ട്, ജിഞ്ചർ എന്തൊക്കെയുണ്ട്, നല്ല തീ പിടിക്കട്ടെ, കത്തി പിടിക്കട്ടെ. ഇവിടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണിയൻ, ഓക്കെ, ക്യാപ്സിക്കം, എന്തോ ഐറ്റം അത്, അതെന്തോ ഒരു ഐറ്റം പറഞ്ഞ് പുള്ളിക്കാരെ മനസ്സിലായില്ല. അടുത്ത ഓർഡർ വന്നാ ആരെങ്കിലും? കസ്റ്റമർ വെയിറ്റ് ചെയ്യണോ? ശരി തന്നെ, വന്ന് തുടങ്ങി കേട്ടോ. ഇനി ഈ വ്ളോഗ് വന്നതിന് ശേഷം കുറേ പേര് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കണമെന്ന്. ഇതുപോലത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ.
അപ്പോൾ ഇവിടെ നിന്നൊരു ആംഗിൾ വെച്ചോ ക്യാമറ. എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? ഓർഡർ റെഡി ആകുമ്പോൾ പറയാം, വെയിറ്റ് ചെയ്യണം ഒന്ന് കേട്ടോ. അടുത്ത ഓർഡർ ഒന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മിക്കവാറും ഇവർക്ക് നിൽക്കാൻ സമയം കാണില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് പോകുന്ന സമയമായി വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ആയിരിപ്പുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബ്രോ ഓർഡർ? ഷേഷ്വാൻ ഫ്രൈഡ് റൈസ്, ഷേഷ്വാൻ നൂഡിൽസ്, മോമോസ്. പിന്നെ ഇതുണ്ടല്ലേ ബ്രോസ്റ്റ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ട്. കോൾഡ് കോഫി, ബോബ കോൾഡ് കോഫി, വാട്ടർമെലൺ ജ്യൂസ്, കിറ്റ്കാറ്റ് ഷേക്ക്, മൊജിറ്റോ. ഓക്കെ, ഇത്രയും ഐറ്റം ഉണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് റിവ്യൂ പറയാം. അപ്പോൾ ടാറ്റ ബാബാ, സീ യു. കാണാം. അപ്പോൾ അരവിന്ദ് പറയണം അന്വേഷണം. ബൈ ബൈ ബൈ. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഓക്കെ, പോകുന്ന ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സൊമാറ്റോ ലോകല. സതീശ ചെറിയ ജോലിയുണ്ട്. ഒരു ഗുളിക വാങ്ങാനുണ്ട് വാണിക്ക്, ചെവി വേദനയ്ക്കുള്ള ഗുളിക. ഡോക്ടർ പറഞ്ഞ് വാങ്ങിക്കുന്നതാണ്, സ്വന്തമായിട്ട് വാങ്ങണമല്ല. ബ്രോ ഈ ഗുളിക ഇത് സെഫുഡേയാ, 1 മതി. ആൻറ്റിബയോട്ടിക്. ഓക്കെ, ശരി എന്നാൽ ടാറ്റ. ഓക്കെ, പോകുന്ന. ഇനി നമുക്ക് വാങ്ങാനുള്ളത് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. 3 പാല്, 1/2 കിലോ സവാള, പിന്നെ സ്നാക്സ് ഐറ്റം ഏതുണ്ട്? ചിപ്സ് ഉണ്ടല്ലോ. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ടോ? 121. ഓക്കെ ഓടാ, ശരി എന്നാൽ. ഇതും കൂടെ അകത്ത് വയ്ക്കാൻ പറ്റുമോ? വേണ്ട, ഫുഡ് ഇരിക്കുമ്പോൾ അത് പ്രത്യേകിക്കട്ടെ. പാല് തണുപ്പല്ലേ. എന്നാ ഫുഡ്: ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ നൂഡിൽസ്, റോസ്റ്റഡ് ചിക്കൻ, സ്റ്റീംഡ് മോമോസ്, 4 ഡ്രിങ്ക്സ് ഉണ്ട്. ഇല്ല, എല്ലാം ഫുള്ളാണ്. ഫ്രൈഡ് റൈസ് ഒക്കെ ഫുള്ളാണ്, ഹാഫല്ല. മിച്ചമുണ്ട്, നാളെ കഴിക്കാം അല്ലേ. പാല്, സവാള, ബിസ്ക്കറ്റ്, ഇതിനൊക്കെയുള്ള ഗുളിക. ഓക്കെ, എല്ലാം ആയില്ലേ? ഇത്ര തന്നെ. അപ്പോൾ പൈസ താങ്ക് യു. നല്ല റെസ്റ്റ് എടുത്തു. നാളെ സൂപ്പറായിട്ട് ടൊമാറ്റോ ഓട്ടം പോകാനുണ്ട്. വിശക്കണല്ലേ? 9:30 മണിയായി. ഉമ്മ കഴിക്കാം. അപ്പ കഴിച്ചാ? അത് ഓപ്പൺ ചോറിനായിട്ട്. ഇത് വന്നിട്ട് ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ്. ആഹാ, ചൂടുണ്ടോ? ചൂടുണ്ട്. തട്ട്. ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത് സ്റ്റീംഡ് മോമോസ്. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ. ആഹാ, സൂപ്പർ കേട്ടോ. അപ്പോൾ ചട്നി ആൻഡ് മയോണൈസ് രണ്ടുമുണ്ട്. ഒരു കാര്യം ചെയ്ത് ഇതൊന്നും അപ്പേ കൊടുക്കണ്ട, മോമോസ് മാത്രം കൊടുക്കും. ഇതിൽ എണ്ണയില്ല, സ്റ്റീംഡാണ്, നല്ലതാണ്. പയ്യെ തട്ടിക്കളയില്. എന്നുണ്ട്? ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പേക്ക് എത്ര പറയുള്ളൂ? നമ്മളൊക്കെയാണ് വേറെ ലെവൽ. ഇത് ടേസ്റ്റ് എന്തോന്ന് വൈശോട്ടി ബഹളം ഓടാൻ. കഴിക്കാൻ എത്ര പാടാ നിനക്ക്? ഇങ്ങോട്ട് ഞാൻ കഴിക്കാം ഫുള്ള്. ഞാൻ കഴിക്കാം. സോസ് ഇഷ്ടപ്പെട്ടാ? ഹാപ്പിയാ? ബ്രോസ്റ്റഡ് ചിക്കൻ. അത് എണ്ണയാണ്, അപ്പം ശരിയാവില്ല. ഈ എണ്ണയാണ്, ഇതെല്ലാം എണ്ണ തന്നെ. സ്റ്റീംഡാ നൂഡിൽസാ? കുറച്ചുകൂടി കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യാല്ലേ. എന്നുണ്ട്? കളയില്ലേ? കളയുന്നു. ക്യാമറ കൊണ്ട് അമ്മ ഒന്നും പറയണില്ലേ? അമ്മ ഇപ്പൊ കളിച്ചാണ്. ഇന്നെങ്ക എപ്പടി ചാപ്പിട്ടീങ്ക എന്താണ്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ടാ? നല്ല എരിവുണ്ട്, പയ്യെ കഴിക്കണം. എരിവില്ലേ? അപ്പൊ എനിക്കുള്ള ഷെയർ ആയിക്കൊണ്ട് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, റോസ്റ്റഡ് ചിക്കൻ. ഇതാണ് സവാളയുടെ കൂട്ടുകാരിയുടെ ചേട്ടൻ. സമാധാനത്തിൽ കഴി. കറക്കം കൊടുത്തിട്ട് സൂപ്പർ. ഇത് രസമായിരുന്നു. സോസ് അന്ന് ഭയങ്കര എരിവായിരുന്നല്ലേ? ഇന്ന് എരിവ് കൊള്ളാം, അന്ന് ഭയങ്കര എരിവായിരുന്നു. ഒപ്പോ നാക്കരം കത്തി പിടിച്ചു. അടുത്ത ചോറ് കഴിക്കാം. കൊള്ളാം, കണക്കിന് എരിവ് കറക്റ്റ്. അടുത്ത ബ്രോസ്റ്റഡ് ചിക്കൻ, ബോൺലെസ് ആണേ. കൊള്ളാം. ഇനി മയോണൈസ് മുക്കി കഴിക്കാം. ബാ, സംഭവം ഫുഡൊക്കെ അടിപൊളിയാണ്.
ചുമ്മാ ഒരു പ്രൊമോഷൻ വേണ്ടി പറയണമല്ല, ഞാൻ പറയില്ല. സംഭവം ഓക്കെ ആണെങ്കിൽ കൊള്ളാമെങ്കിൽ ഞാൻ പറയുള്ളൂ. ഇല്ലാണേ കൊള്ളാലോ, ഇഷ്ടപ്പെടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ് ആയിട്ട് പറയണ കൊള്ളാം. സംഭവം ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ഈ ടേസ്റ്റിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നല്ല ഒരിടത്തു നിന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇതല്ല, ഇതിന് മുന്നേ തന്നെ ഇവരുടെ തന്നെ ഒരു ഫുഡ് ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇപ്പം തന്നെ ചെയ്യുക, വീട്ടിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ഒന്ന് കഴിക്കാൻ വിട്ടുപോയി, മോമോസ് കഴിക്കണ്ടേ? ഇതൊക്കെ ചൂട് കഴിക്കണം മാക്സിമം. ഞാൻ അവിടെ നിന്ന് പറഞ്ഞ സമയത്ത് കടയിലൊക്കെ പോയി സാധനം വാങ്ങിച്ച് ഓരോ കാര്യം പറഞ്ഞ് വന്നപ്പോൾ ലേറ്റായി പോയി, കുറച്ച് ചൂടാറിപ്പോയി. ഇല്ലെങ്കിൽ ഇതിന് സൂപ്പറായിരുന്നു. നല്ലതല്ലേ വാട്ടർമെലൺ? കുറച്ചും കൂടി അത് സംഭവം പ്യൂർ അല്ലേ, അതാണ് ടേസ്റ്റ് ഇരിക്കണത്. വെള്ളം മിക്സ് ചെയ്താൽ കുറച്ച് മധുരം കൂടുതലായി. അപ്പം വേണോ സോഡ തന്നെ, മൊജിറ്റോ ജ്യൂസ് അപ്പം വേണോ? എല്ലാം കൊള്ളാം, എല്ലാം കുടിക്കാൻ മതിയാവും. പക്ഷെ എല്ലാവർക്കും ഓരോന്നേ കുടിക്കാൻ പറ്റുള്ളൂ. ടേസ്റ്റ് നോക്കിക്കൊള്ളാം. ഒരു വെജിറ്റോ അല്ലേ, സോഡ ലൈം ജ്യൂസ് പിന്നെ അതുപോലത്തെ ടേസ്റ്റിൽ ഒരു ഫ്ലേവറാണത്. ഓറഞ്ച് ആണെന്ന് തോന്നണ്ട, ഓറഞ്ച് തുളസി കിട്ടിയിരുന്നു, തുളസി മിന്റ്. അത് ഇതെനിക്കുള്ളതാണ്. ബോബ കോഫി എന്ന് പറഞ്ഞാൽ ബോബ കോഫി. കോഫി കുടിക്കണം, അടിയിൽ ഇളക്കല്ലേ. ഇതിനകത്തെ ഇത് അടിയിലുണ്ട്, ജെല്ലുണ്ടാ. ഈ ജെല്ല് വന്നിട്ട് എന്തോ സംഭവം പേര് പറഞ്ഞല്ലോ, മരച്ചീനി കിഴങ്ങിനെ ഒരു ജെല്ല് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അതും കോൾഡ് കോഫി ചേർന്നൊരു സംഭവമാണ് ബോബ കോഫി. ബോബ ടീ ഉണ്ട്, അത് വേറെ ബോബ കോഫിയാണ്. ആ ജെല്ല് ബോളുണ്ട്, അതിനെ കടിച്ച് തിന്നിറങ്ങണം, കുടിക്കാൻ വേണം. കൊള്ളാം. ഇപ്പൊ മൊത്ത റേറ്റ് ഇതാണ്: ചിക്കൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, റോസ്റ്റ് ചിക്കൻ, മോമോസ്, 4 ഡ്രിങ്ക് എല്ലാം ചേർത്ത് മൊത്തം ഇത്ര ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ ഫുള്ളാണ്, ഹാഫ് അല്ല. ഹാഫ് ആകുമ്പോൾ റേറ്റ് പാതിയാവും അതിൻ്റെ. ഓക്കെ, അപ്പോൾ നല്ല വയറിനകത്ത് കഴിച്ചിട്ടുണ്ട്, കഴിക്കാൻ വയ്യ. അപ്പോൾ കുഴപ്പമില്ല, ഇത്രയും പേർക്ക് സൂപ്പർ അല്ലേ, ധാരാളം തേ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പോയി വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം, നിങ്ങൾ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പോൾ റെസ്റ്റോറൻറ്റ് പേര് മറക്കണ്ട, വോക്ക് ടൗൺ റെസ്റ്റോറൻറ്റ്, പ്രാവച്ചമ്പലത്താണ് വരുന്നത്. പ്രാവച്ചമ്പൽ ജംഗ്ഷനിൽ ഞാൻ മാപ്പ് ലൊക്കേഷൻ താഴെ ഇട്ടിരിക്കാം. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം.